വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഹാക്കിംഗ് അല്ല. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇന്നലത്തെ എപ്പിസോഡിൽ ഞാൻ നെറ്റായിട്ട് കവർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ മെല്ലെ പ്രോഗ്രാമിങ്ങിലേക്ക് പോകാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം മെല്ലെ മെല്ലെ നമുക്ക് പ്രോഗ്രാമിംഗ് പഠിച്ചു വന്നാലാണ് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു അഡ്വാൻസ് രീതിയിലുള്ള എത്തിക്കൽ ഹാക്കിംഗ് നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾക്ക് ബേസിക് തൊട്ട്, അതായത് നമ്മളിന്ന് ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന പൈത്തൺ ആണ്. പൈത്തൺ പ്രോഗ്രാമിങ്ങിന്റെ ബേസിക് തൊട്ട് എങ്ങനെയാണ് ഒരു ഹാക്കർക്ക് വേണ്ടത് അതെല്ലാം നമ്മളിവിടെ കവർ ചെയ്യും. സോ പലരും ചോദിച്ചിരുന്നത് എങ്ങനെയാണ് ടൂളും സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഹാക്കിങ്ങിനോട് ഒപ്പം തന്നെ നമുക്ക് കോഡിങ്ങും കാര്യങ്ങളും പഠിച്ചു. അപ്പം നിങ്ങൾക്ക് അതും കൂടെ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. സോ കുറെ കോഡും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങളും കുറേയൊക്കെ പഠിക്കും. അപ്പം ഞാനിപ്പോൾ ഹാക്കിംഗ് നിർത്തിയിട്ടില്ല, വീഡിയോസ് ഇടാൻ പോകുന്നത്. ഇന്നലെ ഒരു വീഡിയോ ഇട്ടു. സോ ഇന്ന് നമ്മൾ എന്താണ് പൈത്തൺ ഇടാൻ പോകുന്നു. അപ്പം നാളെ നമ്മളൊരു ഹാക്കിംഗ് ഇടാൻ പോകുന്നു. അങ്ങനെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ജസ്റ്റ് ഇപ്പം നമ്മൾ ഹാക്കിംഗ് ആണ് ചെയ്യുന്നെങ്കിൽ അതൊരു 20 മിനിറ്റ് നിങ്ങളെങ്കിലും മാക്സിമം ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ പൈത്തണും ഏകദേശം ചെറിയൊരു മൊഡ്യൂൾ ആയിട്ടായിരിക്കും ഞാൻ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം അങ്ങനെ തന്നെ ഒന്ന് ഒരു 20 മിനിറ്റ് ഹാക്കിങ്ങിന് ഒരു 20 മിനിറ്റ് പൈത്തണും പഠിച്ചാൽ സോ നിങ്ങൾക്ക് ക്ലിയറും ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. സോ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പം എന്താണ് കോഡിംഗ്? കോഡിംഗ് ക്രിയേറ്റ്സ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഫോർ കമ്പ്യൂട്ടേഴ്സ് ടു ഫോളോ. ദിസ് ഇൻസ്ട്രക്ഷൻ ഡിറ്റർമൈൻ വാട്ട് ആക്ഷൻസ് എ കമ്പ്യൂട്ടർ can and cannot take. Coding allows programmers to build programs such as website, apps, computer programs, and can also tell computers how to process data in better, faster ways. അതായത് കോഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. അത് നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കും. സോ നമ്മൾ സംസാരിക്കുന്ന പോലെ നമ്മളിപ്പോൾ എൻ്റർ ചെയ്യുന്ന ഇംഗ്ലീഷ് വേർഡ്സോ കമ്പ്യൂട്ടറിന് അതൊന്നും കമ്പ്യൂട്ടർ മനസ്സിലാവില്ല. സോ കമ്പ്യൂട്ടർ സംസാരിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ബൈനറി കോഡിലൂടെ ആയിരിക്കും. അതായത് 001110. സോ ഇങ്ങനെയായിരിക്കും കമ്പ്യൂട്ടർ സംസാരിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോ വാട്ട് ഈസ് കോഡിങ് ഇതൊക്കെ കമ്പ്യൂട്ടർ എങ്ങനെ എടുക്കുന്നത് വെച്ചാൽ ബൈനറി കോഡിലായിരിക്കും കമ്പ്യൂട്ടർ ഓരോ കാര്യങ്ങൾ സ്വീകരിക്കുന്നത്. സോ നമ്മളും അതിനനുസരിച്ചൊരു ലാംഗ്വേജ് പഠിച്ച് കമ്പ്യൂട്ടറായിട്ട് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൽ കോഡിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ. അതൊരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. കമ്പ്യൂട്ടറോട് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം, എന്ത് വേണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനാണ് കോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പൈത്തണിലേക്ക് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ പോവാണ്. So what is Python? Python is a open source high level general purpose programming language that is easy to read and write while powerful enough to handle everything from simple automation to advanced artificial intelligence. പൈത്തൺ എല്ലാവർക്കും അറിയാം. നമ്മളിപ്പം എന്തെടുത്താലും ഇപ്പോൾ ഒരു പല വെബ്സൈറ്റ് നമ്മുടെ AI പോലും പ്രവർത്തിക്കുന്നത് എന്താണ് പൈത്തണിലാണ്. ഓക്കെ, കാരണം പൈത്തൺ അത്രയ്ക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇന്റർപ്രറ്റഡ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഓക്കെ, ഇപ്പൊ ഞാൻ പല ഹാക്കിങ്ങിലെ സ്ക്രിപ്റ്റ് ഞാൻ റൺ ചെയ്തിരിക്കുന്നത് പൈത്തണിലാണ്. സോ അങ്ങനെ കുറെ പൈത്തൺ വെച്ചിട്ട് കുറെ യൂസും കാര്യങ്ങളുണ്ട്. അതായത് പൈത്തന്റെ ബാക്കെൻഡ് ഫ്ലാസ്ക്, സോ അങ്ങനെ കുറെ നമുക്ക് എന്താണ് പറയാ പൈത്തൺ ഡിജാങ്കോ. സോ അങ്ങനെ പൈത്തൺ നമുക്ക് കുറെ യൂസ്ഫുൾ ആണ്. ഓക്കെ, പൈത്തൺ വെച്ച് നമുക്ക് ഓട്ടോമേഷൻ സ്ക്രിപ്റ്റ് റൺ ചെയ്യാം, ആപ്പ് ഡെവലപ്പ് ചെയ്യാം, വെബ് സെർവർ ഡെവലപ്പ് ചെയ്യാം. സോ ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അങ്ങനത്തെ മെഷീൻ ലേണിംഗിലെല്ലാം പൈത്തൺ ആണ്. സോ പൈത്തൺ ഇവിടെ നമ്മൾ പൈത്തൺ ടോട്ടൽ ഫുൾ പൈത്തൺ ആണ് കവർ ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഒന്നും അറിയാത്ത ഒരാൾക്ക് കംപ്ലീറ്റ് ഒരു ഹാക്കർ ലെവലിലുള്ള പൈത്തൺ പഠിച്ചെടുക്കാം. ഇൻ കേസ് കുറെ പേർക്ക് പൈത്തണും കാര്യങ്ങൾ അറിയാം. അതായത് പൈത്തന്റെ കോൺസെപ്റ്റ് അറിയാം, പൈത്തന്റെ ലൂപ്പ്, ഇഫ്, കണ്ടീഷൻസ് എല്ലാം, അങ്ങനെ വേരിയബിൾസ്, ഡാറ്റ ടൈപ്സ് അതെല്ലാം എല്ലാവർക്കും അറിയാം. പക്ഷേ മെയിൻ ആയിട്ട് ചിലവർക്ക് അറിയാത്ത എങ്ങനെ ഈ പൈത്തൺ വെച്ചിട്ട് സ്ക്രിപ്റ്റും കാര്യങ്ങളും ഉണ്ടാക്കും. സോ അങ്ങനെയാണ് പ്രത്യേകിച്ച് എങ്ങനെ ഹാക്കേഴ്സ് പൈത്തൺ ഉപയോഗിക്കും. സോ അങ്ങനെ പ്രത്യേകിച്ച് ആർക്കും അറിയത്തില്ല. സോ എന്താണ് പൈത്തണിലെ എക്സ്പെർട്ടായ പല പേരുണ്ട്. പക്ഷെ അവർക്ക് നോർമലി എങ്ങനെയാണ് ഒരു പൈത്തൺ വെച്ചൊരു ഹാക്കിംഗ് ടൂൾ ഉണ്ടാക്കുക, എങ്ങനെ ഒരു സ്ക്രിപ്റ്റ് റൺ ചെയ്യുന്ന ഓട്ടോമേഷൻ ടൂൾസ്, കാരണം അത് അവർക്കില്ല. കാരണം അതെന്ന് പറയുമ്പോൾ അവർ പഠിച്ചൊരു മെത്തേഡ് അങ്ങനെയാണ്. ജസ്റ്റ് അവർ പഠിക്കുന്ന പ്രിന്റ്, ഹലോ വേൾഡ്, സോ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് അവർ. സോ അവരെവിടെയാണോ പഠിച്ചത് അങ്ങനെയാണ്. സോ അത് അവർ പഠിച്ചവരുടെ ബ്രെയിനിൽ സെറ്റ് ആക്കി വെച്ചത്. സോ നമ്മൾ കംപ്ലീറ്റ്ലി വരയില്ല എങ്ങനെയാണ് ഒരു ഹാക്കറിന് വേണ്ടത്. സോ ആ രീതിയിലാകും. സോ നിങ്ങൾക്ക് ജനറൽ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ യൂസിന് യൂസ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റി യൂസിനും സോ നമ്മൾ ഈ പഠിപ്പിക്കുന്ന മെത്തേഡ് യൂസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. സോ അങ്ങനെയാണ് നമ്മളുടെ പൈത്തൺ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പൈത്തൺ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പൈത്തൺ ഈസ് എൻ ഓപ്പൺ സോഴ്സ് ഹൈ ലെവൽ ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓക്കെ, ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതായത് നമ്മൾ എങ്ങനെയാണോ ഇംഗ്ലീഷും കാര്യങ്ങളും വായിക്കുന്നത്, ഇപ്പം പൈത്തണിൻ്റെ അകത്തൊരു ഇതാണ് ഇൻബിൽഡ് ഡാറ്റ ആൻഡ് പ്രിന്റ്. ഓക്കെ, പ്രിന്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ പ്രിന്റിന്റെ ഉള്ളിൽ വരുന്ന കാര്യം നമുക്കത് പ്രിന്റ് കാണുമ്പോഴേ നമുക്കറിയാം. അതായത് ഒരു വെൽക്കം മെസ്സേജ്, ഓക്കെ, ഒരു വെൽക്കം മെസ്സേജ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് മനസ്സിലാവും നമുക്ക് അതായത് ഈസി ആയിട്ട് ഇംഗ്ലീഷ് എങ്ങനെ വായിക്കാവോ അത് കൂട്ട് നമുക്ക് പൈത്തൺ വായിക്കാൻ പറ്റും. ഇതാണ് പൈത്തന്റെ ഒരു യൂസ്ഫുൾ. ഓക്കെ, നമുക്ക് ഇൻസ്റ്റാളേഷനും കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, എങ്ങനെയാണ് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, പൈത്തന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, സോ നമുക്ക് ഡീറ്റെയിൽ ഇൻസ്റ്റാളേഷനിലേക്ക് പോവാം. ഇൻ കേസ് പാരറ്റോഴ്സ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ ഇവിടെ നമുക്ക് കാണാം പൈത്തൺ. ഞാൻ കുറെ പേരുടെ വീഡിയോയിലൊക്കെ കുറെ പേര് എനിക്ക് ഡൗട്ടൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ കാണുന്നുണ്ട്. സോ
എല്ലാവരും കാൾ ലിനക്സിലേക്കാണ് പോയിരിക്കുന്നത്. സോ എന്താ കാൾ ലിനക്സിലേക്ക് പോയെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ട്, അപ്പൊ കാൾ ലിനക്സാ കുറച്ചും കൂടെ ഹാക്കർ തീമിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ വീഡിയോന്റെ സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടെ ബിഗിനർ ഫ്രണ്ട്ലി ആണ്, നമുക്ക് പാരറ്റോയ്സ് ആണ് കുറച്ചും കൂടെ നല്ലത്. സോ നിങ്ങളുടെ ഇഷ്ടമാണ് ഏതെടുക്കണം, കാൾ ലിനക്സ് എടുക്കണോ പാരറ്റോയ്സ് എടുക്കണോ എന്നുള്ളത്. സോ നിങ്ങളുടെ ഇഷ്ടം. ബട്ട് കുറച്ചും കൂടെ നമുക്ക് പഠിച്ചു വരുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതൽ നല്ലതുപോലെ എളുപ്പം എന്ന് പറയുന്നത് പാരറ്റോയ്സ് ആണ്. ഓക്കെ, ഇൻ കേസ് പാരറ്റോയ്സ് ഉള്ളവർക്ക് ഇവിടെ മുകളിൽ കാണാം ഇൻബിൽറ്റ് ആയിട്ട് VS കോഡ് ഉണ്ടാവും. നമ്മൾ VS കോഡിലാണ് പൈത്തണും പ്രോഗ്രാമുകളൊക്കെ ചെയ്യാൻ പോകുന്നത്. ഇൻ കേസ് VS കോഡും കാര്യങ്ങളും ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുക, എനി ബ്രൗസർ കുഴപ്പമില്ല, ജസ്റ്റ് VS കോഡ് ടൈപ്പ് ചെയ്യുക, VS കോഡ് ഡൗൺലോഡ് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇവിടെ കാണുന്ന ഒഫീഷ്യൽ ലിങ്ക് ഡൗൺലോഡ് VS കോഡ് മാക് ലിനക്സ് വിൻഡോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒഫീഷ്യൽ പേജ് ഉണ്ട്. സോ അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ VS കോഡിന്റെ ഒറിജിനൽ പേജിലേക്ക് നമ്മൾ നാവിഗേറ്റ് ആയിപ്പോൾ ഓക്കെ, ഇവിടെ കാണാം ഡൗൺലോഡ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. ഓക്കെ, VS കോഡിന്റെ ഫുൾ ഫോം ആണ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. അതായത് ഒരു അഡ്വാൻസ് ഒരു പ്രോഗ്രാം, ഒരു നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് വിഷ്വൽ സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇൻബിൽറ്റ് ആയിട്ട് പല ലാംഗ്വേജസും കാര്യം നമ്മൾ സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട വരുന്നില്ല. ഇൻബിൽറ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ഒന്ന് പാക്ക് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തീമും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഉപയോഗമുണ്ട് വിഷ്വൽ സ്റ്റുഡിയോ യൂസ് ചെയ്ത്. സോ ഇവിടെ നമുക്ക് വിൻഡോസ് ഉണ്ട്. ഇൻ കേസ് വിൻഡോസ് മെഷീൻ യൂസ് ചെയ്തവർക്ക് വിൻഡോസ് എടുക്കാം. ഓക്കെ, നമുക്ക് ലിനക്സിന്റെ പിന്നെ മാക്ക്, നമ്മൾ ലിനക്സിൽ നമ്മൾ ഡിബൈൻ ആണ്, ജസ്റ്റ് ഡിബൈൻ ഉബുണ്ടു ഒന്ന് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ ഡയറക്റ്റ് ഒന്നുകിൽ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവും. എനിക്കിവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. സോ ഞാൻ ഇപ്പം ഡൗൺലോഡ് ചെയ്യുന്ന ഓൾറെഡി ഡൗൺലോഡ് ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഡൗൺലോഡ് വന്നില്ലെങ്കിൽ ഇവിടെ ഡയറക്റ്റ് ഡൗൺലോഡ് ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഫയൽ ഡൗൺലോഡ് ആവും. സോ VS കോഡ് ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് യൂസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് VS കോഡ് ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് VS കോഡ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പൈത്തൺ പഠിക്കാൻ പോകണം. സോ നമുക്ക് ആദ്യം ഒരു ബേസിക് ആയിട്ട് നമുക്ക് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. അവിടെയാണ് നമ്മൾ പൈത്തണും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. സോ ഫോൾഡറും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് ഞാൻ ടെർമിനൽ ഓപ്പൺ ചെയ്തു. നിങ്ങൾക്ക് എനിവേ ഇങ്ങനെ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ഫോൾഡർ ചെയ്യാം. സോ ഇത് നമുക്ക് ടെർമിനൽ വൈസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ പഠിക്കും. സോ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പൈത്തൺ ഫോൾഡർ. ഓക്കെ, അതായത് നമുക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡ് എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? നമ്മൾ പാർട്സ് എത്തിക്കൽ ഹാക്കിംഗ് സീരീസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ MKDIR. ഓക്കെ, മേക്ക് ഡയറക്ടറി എന്താണോ ഇപ്പൊ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് പൈത്തൺ. സോ LS ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് നോക്കാൻ വന്നിട്ടുണ്ടോന്ന്. ഓക്കെ, ഇവിടെ കാണാം പൈത്തൺ എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ സക്സസ്ഫുള്ളി ഒരു പൈത്തൺ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് എൻ്റെ വിഷ്വൽ സ്റ്റുഡിയോ. ഇപ്പം നിലവിൽ ഇതിനകത്തൊരു ടൂളും കാര്യങ്ങളും കിടപ്പുണ്ട്. ഓക്കെ, ഇത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് ഞാൻ പൈത്തണിൽ ബിൽഡ് ചെയ്ത പൈത്തണും അതുപോലെ ബാഷ് ലാംഗ്വേജ് ബിൽഡ് ചെയ്ത ഒരു ടൂളാണ്. ഓക്കെ, OSNet എന്ന് പറയും. സോ ഇതിനെക്കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളും, അതായത് ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് എന്ന് പറയും. ഓക്കെ, ഇതിനെക്കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. സോ ഇത് ഞാൻ 2-3 ദിവസമായുള്ള ക്രിയേറ്റ് ചെയ്തിട്ട്. സോ ഇത് പക്ക പൈത്തണും ബാഷും ബേസ്ഡ് ആണ്. ഇതിന്റെ ഏറ്റവും കൂടുതൽ ഇതിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് പൈത്തൺ ലാംഗ്വേജ് ഉപയോഗിച്ചാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇത് ടൂൾ ഞാൻ റൺ ചെയ്ത് കാണിച്ചിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഈ പൈത്തൺ യൂസ് ചെയ്ത് നമ്മളിവിടെ പൈത്തൺ പഠിച്ച് നിങ്ങൾക്കും എങ്ങനെ ഒരു ചെറിയൊരു മെറ്റസ്ഫോൾട്ട മെഷീൻ എങ്ങനെ നിങ്ങൾക്കും ക്രിയേറ്റ് ചെയ്യാന്നുള്ള രീതിയിലായിരിക്കും നമ്മളിവിടെ പൈത്തൺ പഠിക്കാൻ പോകുന്നത്. സോ വലിയതായിട്ടൊന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നില്ല. ചെറുതായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാപ്സൂൾസ്, അത്രയും ചെറിയ ക്യാപ്സൂൾസ് മൊഡ്യൂളിലായിരിക്കും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പൈത്തൺ 3 എന്താണോ എന്റെ ഫയലിന്റെ പേര് ghost.py. ഓക്കെ, ഇതാണ് ഞാൻ പൈത്തൺ വെച്ച് ക്രിയേറ്റ് ചെയ്ത ടൂൾ എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് നമുക്ക് യൂസർ നെയിം, ഇമെയിൽ ചെക്ക്, ഡൊമൈൻ, ഓക്കെ ഫോട്ടോ ചെക്ക്, ഓക്കെ മെറ്റാഡാറ്റ, ഡാർക്ക് വെബ് സെർച്ച്, വെബ്സൈറ്റ് ഫിംഗർ പ്രിന്റിംഗ്, ഓക്കെ ഇതുകൂട്ട് പല കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. സോ ഇതിന്റെ പേര് ഗോസ്റ്റ് OS വാട്ട് എവർ ഇറ്റ് ഈസ് വിട്, അതല്ല നമ്മുടെ ഇത്. ഓക്കെ, അപ്പൊ അതിലൊരു ബേസ് ചെയ്ത് ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ടൂളാണ്. ഓക്കെ, ഇത് ഞാൻ പൈത്തണാണ് ക്രിയേറ്റ് ചെയ്തത്. സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. നിങ്ങൾക്കും ഇത് കൂട്ട് എങ്ങനെ പൈത്തണും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ഇങ്ങനെ ടൂൾസും പൈത്തൺ ഉപയോഗിച്ച് ഇങ്ങനത്തെ ടൂൾസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ള ഒരു കംപ്ലീറ്റ് ഇതിലേക്ക് നിങ്ങളും കൂടെ എത്തും. സോ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. സോ നമ്മൾ ഇനി ആ ഫോൾഡറിന്റെ ഉള്ളിലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം ഇവിടെ ഒരു ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സോ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ഫോൾഡർ ഉണ്ട്. ഒന്ന് ഓപ്പൺ ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. എവിടെയാണ് നമ്മുടെ ആ ക്രിയേറ്റ് ചെയ്ത ഫോൾഡറും കാര്യങ്ങളും ജസ്റ്റ് നോക്കുക. എനിക്കിവിടെ കാണാം പൈത്തൺ. സോ പൈത്തൺ എടുക്കുക, ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. സോ നമുക്കിവിടെ ഒരു പുതിയൊരു ഫോൾഡർ ആയിട്ടുണ്ട്.
സോ ഇനി ഈ ഫോൾഡറിലാണ് നമ്മൾ പൈത്തൺ കാര്യങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. സോ അതിന് മുമ്പ് നമുക്ക് ചെറിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ ഇവിടെ നമുക്ക് കാണാം എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്, അതായത് ഇവിടെ ഓക്കെ ഇവിടെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് കാണാം. ജസ്റ്റ് എക്സ്റ്റൻഷനിൽ ക്ലിക്ക് ചെയ്യുക. സോ നമുക്കിവിടെ സെർച്ച് എക്സ്റ്റൻഷൻ ഇൻ മാർക്കറ്റ് പ്ലേസ് ആണ്. ജസ്റ്റ് പൈത്തൺ ഒന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ പൈത്തൺ സെർച്ച് ചെയ്യുക. ലോഡിംഗ് ആണ്, നമുക്ക് നോക്കാം. ഓക്കെ ഇവിടെ നമുക്ക് കാണാം പൈത്തൺ. ജസ്റ്റ് പൈത്തൺ വിടുന്നുണ്ട്. ഓക്കെ ഇൻ കേസ് എനിക്കിവിടെ എനേബിൾ, ഞാൻ ഓൾറെഡി എനേബിൾ ആക്കിയതാണ്. സോ നിങ്ങൾക്ക് ഇവിടെ എനേബിൾ എന്നുണ്ടാവും. ഓക്കെ ഞാനിപ്പോൾ എനേബിൾ ആക്കിക്കൊണ്ടാണ് എനിക്കിവിടെ ഡിസേബിൾ എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എനേബിൾ വേണം. സോ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വിടുക. അതായത് പൈത്തൺ എൻവയറമെന്റ്. ഓക്കെ അതൊന്ന് ജസ്റ്റ് ഇതൊന്ന് എനേബിൾ ചെയ്ത് വിടുക. പൈത്തൺ VS കോഡ്, സോ പൈത്തൺ എക്സ്റ്റൻഷൻ. സോ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഇവിടെ എനിക്ക് ഇൻസ്റ്റാൾ എന്നാണ്, ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വിടുക. ഓക്കെ ഇതൊക്കെ നമുക്ക് വേണ്ട ജനറൽ പാക്കേജും കാര്യങ്ങളൊക്കെയാണ്. സോ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും തീമും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ സോ നമുക്ക് തീമും കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. ഓക്കെ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഒരു സ്പെസിഫൈഡ് തീം നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. എനിക്കിവിടെ കാണാം പൈത്തൺ എക്സ്റ്റൻഷൻ പാക്ക് ഇൻസ്റ്റാളിംഗ് എന്നാണ്. ഓക്കെ നമുക്കിവിടെ തീമും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള തീം എങ്ങനെയൊക്കെ വേണം, ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സോ ഞാൻ ജസ്റ്റ് ഓരോ തീമും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റാൾ. ഓക്കെ ഇതിന്റെ തീം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഈ തീം വരുന്നത്. സോ നമുക്ക് കോഡും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ കുറച്ചും കൂടെ എന്താണ് ഒരു ഭംഗിയുണ്ടാവും. സോ എന്റെ തീം ഓൾറെഡി മാറിക്കഴിഞ്ഞു. ഓക്കെ അപ്പൊ നമുക്ക് കുറച്ചും കൂടെ കോഡൊക്കെ എഴുതുമ്പോൾ നമുക്കൊരു ഭംഗി ഉണ്ടാവും. സോ അതിന് വേണ്ടിയിട്ടാണ് തീമും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ സോ എന്റെ തീമും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. ഓക്കെ ഇപ്പോൾ തീമും കാര്യങ്ങളും മാറി നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഇനി മെയിൻ ഫോൾഡറിന്റെ ഉള്ളിൽ സബ് ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ ആ സബ് ഫോൾഡറിന്റെ ഉള്ളിലായിരിക്കും നമ്മൾ എന്താണ്, അതായത് നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് സബ് ഡൊമൈൻ എന്യൂമറേഷൻ പഠിച്ചില്ലേ, ഡയറക്ടറി അറ്റാക്ക്. അതുപോലെ തന്നെ ഇതുപോലെ തന്നെയാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ. അതായത് ഒരാൾ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പം ഒരു വെബ് ഡെവലപ്പിന്റെ ആണെങ്കിൽ അതിനകത്ത് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ആക്കും. അതിന്റെ ഉള്ളിൽ സബ് ഫോൾഡർ ആയിട്ട് index.html, ഓക്കെ ഇപ്പോൾ ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ആണെങ്കിൽ purchase.html, അതുപോലെ തന്നെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ payment.html, അതുകൂടെ കുറെ സബ് ഫോൾഡേഴ്സ് ഉണ്ട്. അപ്പം നമ്മളും ഇതിന് സബ് ഫോൾഡേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ ജസ്റ്റ് ഇവിടെ ന്യൂ ഫയലിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് നമുക്ക് എന്താണോ നമ്മൾ പ്രോഗ്രാമിംഗ് നോക്കുന്നത്, അപ്പൊ നമ്മൾ പൈത്തണിൽ പ്രോഗ്രാമിംഗ് ചെയ്യാൻ പോവാണ്. സോ python.py, ഈ py എന്താന്ന് വെച്ചാൽ ഇതിന്റെ എക്സ്റ്റൻഷൻ ആണ്. ഓക്കെ പൈത്തണിന്റെ എക്സ്റ്റൻഷൻ ആണ്. നമ്മൾ .py ചേർക്കുമ്പോൾ അതെന്തിലേക്ക് മാറും, പൈത്തണിലേക്ക് മാറും. ഇൻ കേസ് ഞാൻ ഇവിടെ .c ചേർക്കുമ്പോൾ ഇതെന്താവും, നിങ്ങൾക്ക് ഇവിടെ കാണാം ഐക്കൺ മാറുന്നതാണ്, .c ലാംഗ്വേജ് ആയി മാറും. പിന്നെ ഞാൻ .s മാറ്റുമ്പോൾ എന്താവും, JS ആയി പോകണം. അതായത് ഓക്കെ പിന്നെ .html മാറ്റുമ്പോഴോ എനിക്കിവിടെ HTML ആയി മാറും. നിങ്ങൾക്കിവിടെ ഐക്കൺ കാണാം. സോ നമ്മൾ ഇവിടെ ഞാൻ ഇപ്പൊ HTML എൻ്റർ ചെയ്തു. സോ ഇവിടെ ഞാൻ HTML ടൈപ്പ് HTML കോഡിനകത്ത് ഞാൻ പൈത്തൺ ടൈപ്പ് ചെയ്ത് അത് റൺ ആവത്തില്ല. ഓക്കെ ഇപ്പൊ ഞാൻ ഇവിടെ സീലിന് ഇതിലേക്ക് HTML ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ HTML റൺ ആവത്തില്ല. ഓക്കെ അങ്ങനെ ഇതാണ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ നമ്മൾ ചെയ്യുമ്പോൾ .py ഉപയോഗിച്ച് എക്സ്റ്റൻഷൻ ചെയ്യും. ഓക്കെ .py python.py. സോ ഇതാണ് പൈത്തന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ. എന്താണ് പൈത്തൺ, എന്താണ് കോഡിങ്, എങ്ങനെ വിഷ്വൽ സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യാം, എക്സ്റ്റൻഷൻ പാക്കറ്റ് എങ്ങനെ എൻ്റർ ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. സോ ഞാൻ ജസ്റ്റ് ഒരു പ്രോഗ്രാം ചുമ്മാ റൺ ആക്കി കാണിച്ചു തരാം. പ്രിന്റ് അപ്പൊ എന്റെ കണ്ടോ തീമും കാര്യങ്ങളൊക്കെ മാറി കണ്ടോ. ഓക്കെ പ്രിന്റ് ഹലോ ഐ ആം ഷാരോൺ. ഓക്കെ ജസ്റ്റ് ഞാൻ എൻ്റർ ചെയ്ത. ഓക്കെ ഇത് ഞാൻ ജസ്റ്റ് എന്റെ ടെർമിനൽ ഒന്ന് കാണിച്ചു തരാം. സോ ടെർമിനലും കാര്യമെല്ലാം എടുക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ ഞാൻ റൺ ചെയ്ത് കാണിച്ചാൽ നമുക്കിവിടെ ഒരു അരമാർക്ക് കാണാൻ ജസ്റ്റ് ഞാൻ റൺ ചെയ്യുവാണ്. ഓക്കെ എനിക്കിവിടെ റണ്ണൊന്ന് ഐ ആം ഷാരോൺ. സോ ഞാൻ ഒന്ന് മാറ്റി കാണിച്ചു തരാം. ഓക്കെ എനിക്കിവിടെ വന്നിട്ടുണ്ട് ഹലോ ഐ ആം ഷാരോൺ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ക്ലിയർ ആക്കുക. ഞാൻ ഒന്നും കൂടെ റൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ ഞാൻ ഒന്നും കൂടെ റൺ ചെയ്തു. ഇവിടെ കാണാം ഹലോ ഐ ആം ഷാരോൺ. ഓക്കെ ഇത്രേ ഉള്ളൂ. പൈത്തൺ വെറും സിമ്പിൾ ആണ്. സോ അതിൻ്റെ ഉള്ളിലുള്ളത് ഒന്ന് മാറ്റി കാണിച്ചു തരാം. വെൽക്കം ടു മൈ ചാനൽ, ടു മൈ ചാനൽ. വെൽക്കം ടു മൈ ചാനൽ.
ഓക്കെ, വെൽക്കം ടു മൈ ചാനൽ. റൺ ചെയ്ത് കാണിച്ചു തരാം. സോ ഇവിടെ കാണാം, ഹായ് ഐ എം ഷാരിദ്, നേരത്തെയാണ്. സോ വെൽക്കം ടു മൈ ചാനൽ. അവിടെ മാറിയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് പൈത്തൻ്റെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ. ഓക്കെ, ജസ്റ്റ് ഇത്രേ ഉള്ളൂ. സിമ്പിളാണ് പൈത്തണും കാര്യങ്ങളും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. കാരണം നിസ്സാരമായിട്ട് നമുക്ക് എന്താണ് ഒരു ഇംഗ്ലീഷ് വേർഡ് പഠിക്കുന്ന ഒരു സിംപ്ലിസിറ്റിയോടെ നമുക്ക് പൈത്തണും കാര്യങ്ങളും പഠിക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ പൈത്തൺ എന്ന് പറയുന്നത്. സോ എങ്ങനെ നമ്മൾ പൈത്തൺ 3 ആണ് ഇവിടെ ചെയ്ത് പഠിക്കുന്നത്. അപ്പം വെറും സിമ്പിളായിട്ട് എങ്ങനെ ഒരു ഇംഗ്ലീഷ് വായിച്ചു പഠിക്കാം ആ രീതിയിലായിരിക്കും നമ്മളിവിടെ എന്താണ് പൈത്തൺ കാര്യങ്ങളും പഠിക്കാൻ പോകുന്നത്. സോ ഇപ്പോൾ ഞാൻ പൈത്തൺ 3 python.py. ഓക്കെ, പൈത്തൺ 3 എന്ന് പറയുന്നത് നമ്മൾ പൈത്തൺ 3 ആണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ എക്സ്റ്റൻഷൻ python.py എന്ന് എൻ്റർ ചെയ്തപ്പം ഇത് റൺ ചെയ്ത പ്രോഗ്രാം ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടോ, python.py ഉള്ളിൽ എന്തൊക്കെയുണ്ടോ, സോ അതൊക്കെ ഇവിടെ പ്രിന്റ് ചെയ്തു. സോ വെൽക്കം ടു മൈ ചാനൽ. ഓക്കെ, ഈ പ്രിന്റ് എന്താണ്, ഇതെങ്ങനെ റൺ ചെയ്യണം, സോ ഇതിനുള്ള വീഡിയോയിൽ നമ്മളിപ്പോൾ ഒരു എങ്ങനെയാണ് ഇൻസ്റ്റാളേഷൻ കാര്യങ്ങൾ പഠിച്ചുള്ളൂ. അപ്പോൾ ഇതിന്റെ ബാക്കി വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. നാളെ തൊട്ട് നമ്മൾ പൈത്തൺ ഫുള്ള് ചെയ്യാൻ പോവാണ്. സോ നാളെ മിക്കവാറും ഒരു ഹാക്കിങ്ങിന്റെ വീഡിയോ ആയിരിക്കും വരുന്നത്. അത് കഴിഞ്ഞിട്ട് പൈത്തന്റെ ഫൗണ്ടേഷനും കാര്യങ്ങളായിരിക്കും വരുന്നത്. സോ അങ്ങനെയായിരിക്കും നമ്മൾ വീഡിയോ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.